ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക മസാലയാണ്. പൊതുവെ എല്ലാവർക്കും കൂർക്ക ഇഷ്ടമായിരിക്കുമല്ലോ. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ച് കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിറച്ച് മണ്ണാണ്. അപ്പോൾ നമുക്കത് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ആ കൂർക്കയുടെ തൊലിയും കളഞ്ഞെടുക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയൊരു കുറച്ചും കൂടെ തൊലി ബാക്കിയുണ്ട്. അത് നമുക്കൊന്ന് കത്തി വെച്ച് ചുരണ്ടി കളയാം. അപ്പോൾ നമ്മുടെ കൂർക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നിന്ന് കഴുകണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ടായിരിക്കും. അത് നമ്മൾ കുറേ പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ അത് പോവുള്ളൂ. അപ്പോൾ നമുക്കൊരു 3-4 പ്രാവശ്യമൊക്കെ നന്നായി വെള്ളത്തിലിട്ടൊന്ന് അലമ്പി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോവുള്ളൂ. പിന്നെ നമ്മൾ നന്നാക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ കൂർക്കയുടെ പുറത്ത്, അത് കൂർക്കയിൽ വരില്ല. പ്രശ്നമൊന്നുമില്ല, നമ്മൾ നന്നാക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂർക്ക മണ്ണൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിൽ തന്നെ നന്നാക്കി എടുക്കാം കേട്ടോ, ഭയങ്കര ചെറുതാക്കി എടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് സവാള നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂർക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ചട്ടിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കൂർക്ക കഷ്ണങ്ങളൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ഇഷ്ടം പോലെ എത്രയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂർക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടിയിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ കൂർക്കയ്ക്ക് വേവുമുണ്ട്, അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ അത് വെന്ത് കിട്ടാനായിട്ട്. കുക്കറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടുമെന്ന് മാത്രം. ഇപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നപ്പോൾ ഒരുപാട് വെള്ളമൊന്നും കണ്ടോ ബാക്കിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4 വറ്റൽമുളക് പകുതിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയിട്ടോ, നമ്മുടെ ഗരം മസാല. അപ്പോൾ അതും കൂടെ ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൂർക്ക നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, വേവിച്ചിട്ട് വെള്ളം ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ ആ വെള്ളം കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്നൊരു 2 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂർക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂർക്ക പിന്നെ വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ട കറി തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.